പുതിയൊരു പടം ഐമാക്സിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് കാണുന്ന ഒന്നാണ് ഇത് ഐമാക്സിൽ തന്നെ കാണണോ, എന്താ നിർബന്ധം, നോർമൽ തിയേറ്ററിൽ കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ 4DXൽ കണ്ട എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പലരും പല ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഐമാക്സിൽ ഇറക്കുന്ന പടം എല്ലാം ഐമാക്സിൽ കാണണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ 4DXൽ കണ്ട അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അത് ഓരോ പടത്തിനും അതിൻ്റെ ഒരു നേച്ചർ ഉണ്ടല്ലോ, അതിന് മോഡുണ്ടല്ലോ. 4DX എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറൊരു സാധനമാണ്. ഇത് നമ്മൾ ഈ പറയുന്ന നോർമൽ തിയേറ്റർ എക്സ്പീരിയൻസേ അല്ല. സോ ഈ പല ടൈപ്പ് പ്രൊജക്ഷൻസ് വെച്ച് നമുക്ക് കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ പറയുന്ന ഇപ്പോൾ നോർമൽ തിയേറ്റർ അതിൽ തന്നെ 2K 4K ഈ പറയുന്ന ലേസർ അങ്ങനത്തെ കുറേ പ്രൊജക്ഷൻ ഉണ്ട്, ഐമാക്സ് ഉണ്ട്. ഈ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് എന്നതിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് അടിച്ച് ഇവിടെ പറയുന്നില്ല. എൻ്റെ എന്താണ് ഐമാക്സ് എന്നും ഇതിനു മുമ്പ് ഞാനും അല്ലാതെ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കുറേ നമുക്ക് വീഡിയോസ് കിട്ടും. അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് അടിച്ച് ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ മലയാളത്തിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ FRK ആൾ സ്ഥിരമായിട്ട് ഇതുപോലെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മുടെ തിയേറ്റേഴ്സിൽ പോയി വിസിറ്റ് ചെയ്ത്, വെറുതെ വിക്കിപീഡിയ നോക്കി പറയലല്ല, തിയേറ്റർ വിസിറ്റ് ചെയ്ത് പ്രൊജക്ടർ റൂമിൽ കയറി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആളാണ്. ഏതൊക്കെയായിരിക്കും നല്ല തിയേറ്റർ, ഏതൊക്കെയാണ് നല്ല പ്രൊജക്ഷൻ, എന്തൊക്കെയാണ് പ്രൊജക്ഷനിൽ വ്യത്യാസം എന്നൊക്കെ. സോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എനിക്കിവിടെ പറയാനുള്ളത് ഐമാക്സിനെ പറ്റി മാത്രമാണ്. ഐമാക്സിൽ തന്നെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ പടം ഐമാക്സിൽ കാണണമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉത്തരം മാത്രമേ എനിക്കിവിടെ തരാനുള്ളൂ. ഈ എല്ലാ പടവും ഐമാക്സിൽ നിന്ന് കണ്ടാൽ നമ്മൾ ആ പടം ഐമാക്സിൽ കാണുന്ന ഒരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമർ ആ പടം ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അതിലും ഐമാക്സിൽ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ പോസ്റ്ററിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലിയോ, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമോ തമിഴ് പടമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ തഗ് ലൈഫോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പടം എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ 2 അതിൽ ഐമാക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ 2ഉം ഓപ്പൺഹൈമറും ഒരേ ക്യാമറയിലല്ല എടുത്തത്. ഇത് രണ്ടും ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പടയല്ല. മറ്റേത് വെറുതെ ഐമാക്സിന് വേണ്ടി കൺവേർട്ട് ചെയ്ത നോർമൽ സിനിമയാണ്. നമ്മളിപ്പോൾ ആ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലും നോർമൽ തിയേറ്ററിൽ കണ്ടാലും ഏകദേശം ഒരേ എഫക്റ്റ് തന്നെ ആയിരിക്കും. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഐമാക്സ് എന്ന ടാഗ് ലൈനിലുള്ള ഒരു നോർമൽ ഇന്ത്യൻ പടം. പക്ഷെ ഇങ്ങനെയല്ല മറ്റു പടങ്ങൾ എടുത്തിട്ടുള്ളൂ, അത് ഐമാക്സ് ഫിലിം ക്യാമറയിൽ എടുത്തിട്ടുള്ള പടങ്ങളാണ്. സോ ഈ കൺഫ്യൂഷനാണ് എനിക്ക് മെയിനായിട്ട് മാറ്റാനുള്ളത്. അതിൽ വ്യക്തമായിട്ട് എങ്ങനെ പറയാനെന്ന് വെച്ചാൽ 3 തരത്തിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഷോർട്ട് ഓൺ ഐമാക്സ്, ഫിലിം ഫോർ ഐമാക്സ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ഐമാക്സ്. ഈ 3 ടാഗ് ലൈൻസ് ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ ഓരോ പോസ്റ്റേഴ്സിൽ കാണുക, ഒട്ടുമിക്ക എല്ലാ പടങ്ങളുടെയും. ഇതിൽ തന്നെ ഐമാക്സ് ഫിലിം ക്യാമറാസിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഒരു പടം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ഐമാക്സിൻ്റെ ഫിലിം ക്യാമറാസ്, നമ്മൾ പണ്ടത്തെ ഈ ഡിജിറ്റൽ അല്ല ഫിലിം ക്യാമറാസ് ഉണ്ടായാലും ഫിലിം റോള്, അതേപോലത്തെ ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സോ അതിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസേ വേണ്ട. ഇപ്പോൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഓപ്പൺഹൈമർ അത് കംപ്ലീറ്റ്ലി ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന് പറയുന്നൊരു പടയല്ല, അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അടുത്ത വർഷം ഇറങ്ങുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഐമാക്സ് ഫിലിം ക്യാമറാസ് വെച്ച് ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന ടാഗ് ലൈനോടെ ഇറങ്ങുന്നൊരു പടം ക്രിസ്റ്റഫർ നോളൻ്റെ തന്നെ അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ഒഡീസി. അത് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ഐമാക്സിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ഐമാക്സ് അല്ലാതെ ആ ഒരു പടത്തിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയും. നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആ ഒരു പടത്തിന് കിട്ടണമെങ്കിൽ ഐമാക്സിൽ കാണണം. കാരണം അത് ഐമാക്സിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു പടമാണ്. സോ ഇത് പറയുമ്പോൾ തന്നെ വേറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളൊക്കെ തന്നെ നമ്മൾ പറ്റിച്ചതാണോ, അതൊന്നും ഐമാക്സിലല്ലേ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഐമാക്സിലാണ്. പക്ഷേ ആ പടങ്ങളിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഐമാക്സ് ഫിലിം ക്യാമറാസ് വെച്ചിട്ടല്ല, ഡിജിറ്റൽ പ്ലസ് ഫിലിം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഐമാക്സ് ഫിലിം ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റൊന്നും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒഡീസി എന്ന പടത്തിന് മാത്രമാണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട്, എത്രയോ കോടിയാണ് ആ പടത്തിന്, അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ അത്രയും സൊഫിസ്റ്റിക്കേറ്റ് ഉള്ള ഒരു വർക്കും കൂടിയാണ് അത്ര ഈ ഐമാക്സ് ക്യാമറ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ വരാത്തത്. ഈ ഇറങ്ങിയിട്ടുള്ള ഇപ്പോൾ ഓപ്പൺഹൈമർ വലിയൊരു എക്സാമ്പിളാണ്. ആ ഒരു പടം ഇതുപോലെ പാർഷ്യലി ഷോർട്ട് ഓൺ ഐമാക്സ് ആണെന്ന് പറയാം. സോ ഐമാക്സ് ഫിലിം ക്യാമറാസ് ആ പടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു ഫുൾ ലെങ്ത്തിലായിരിക്കില്ല. ഇപ്പോൾ 2.5 മണിക്കൂർ പടത്തിൻ്റെ ഒരു 70 മിനിറ്റോ 60 മിനിറ്റോ 50 മിനിറ്റോ ഇങ്ങനെയുള്ള വളരെ ചുരുക്കം റൺ ടൈം മാത്രമായിരിക്കും. അത് ഒറ്റയടിക്കല്ല, എഡിറ്റ് ചെയ്യുമ്പോൾ സിനിമയുടെ പല ഭാഗങ്ങളിലായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ സ്വിച്ചിങ് കാണാറില്ല ചില സിനിമകളിലൊക്കെ തന്നെ. ഇപ്പോൾ ഓപ്പൺഹൈമറിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ആസ്പെക്ട് റേഷ്യോയിലായിരിക്കില്ല നമ്മൾ പടം മൊത്തം കണ്ടിട്ടുണ്ടാവും, ഇടയിൽ സ്വിച്ചിങ് ഉണ്ടാവും. ഈ ആസ്പെക്ട് റേഷ്യോ മാറുന്നത് ഈ ഫുൾ ഓൺ ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സീക്വൻസ് വരുന്ന സമയത്തായിരിക്കും. സോ അങ്ങനെ ചില പോർഷൻസ് മാത്രം ഐമാക്സ് ഫിലിം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന് പറഞ്ഞ ടാഗ് ലൈനിൽ കൊടുക്കും. പക്ഷേ അത് പാർഷ്യലി ഷോർട്ട് ഓൺ ഐമാക്സ് ആണ്, ഫുള്ളി ഷോർട്ട് ഓൺ ഐമാക്സ് ഒരു പടങ്ങളുമില്ല. സോ ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഷോർട്ട്,
അതിലിറങ്ങിയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ആണ് ഓൾറെഡി പറഞ്ഞ ഓപ്പൺ ഹൈമർ, ഈ വർഷം തന്നെ പുറത്തിറങ്ങിയ സിന്നേഴ്സ്, ദെൻ ജോർഡൻ പീലിയുടെ നോപ്പ്, ക്രിസ്റ്റഫർ നോളൻ തന്നെ ടെനറ്റും ഇൻട്രസ്റ്റെല്ലറും ഡൺകിർക്കും, ദെൻ ഫസ്റ്റ് മെൻ എന്ന പടവും ജെയിംസ് ബോണ്ട് പടമായ നോ ടൈം ടു ഡൈ. ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഐമാക്സ് ഫിലിം ക്യാമറാസ് വെച്ച് പല പല പോർഷൻസ് ആ സിനിമയുടെ എടുത്തിട്ടുള്ള പടങ്ങളാണ്. സോ അതുകൊണ്ട് ഇതിന് ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ പടത്തിലെ ടാഗ് ലൈൻസ് വരിക. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകൾ അല്ലെങ്കിൽ ഈ ഐമാക്സ് ഇത്ര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. സോ ഇങ്ങനെ എല്ലാവരും പടം എടുക്കില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ നോളിൻ്റെ ഒക്കെ ഒരു പടം എന്ന് പറഞ്ഞാൽ 2-3 വർഷം എടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർഷം ആകെ ഒരു ഐമാക്സ് പടം എന്ന് പറഞ്ഞാൽ ആകെ ഇങ്ങനത്തെ ഒരു പടം ആകെ ഇറങ്ങിയിട്ടുള്ളൂ സിന്നേഴ്സ് മാത്രമാണ്. സോ വർഷത്തിലൊരു പടം മാത്രം ഇറക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഐമാക്സ് ഓടൂല, അവർക്ക് വേറെ പടങ്ങൾ കിട്ടണം. സോ അങ്ങനെയുള്ളപ്പോൾ ഐമാക്സുകാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡിജിറ്റൽ ക്യാമറയുണ്ട്, നോർമൽ ക്യാമറയല്ല, ഐമാക്സ് സർട്ടിഫൈഡ് ഡിജിറ്റൽ ക്യാമറ. അങ്ങനത്തെ ക്യാമറയിൽ എടുത്തിട്ടുള്ള പടങ്ങളെ ഇവർ ഫിലിം ഫോർ ഐമാക്സ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഐമാക്സിന് ഫിലിം ക്യാമറാസ് അല്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഫിലിം റോൾസും അല്ല, ഡിജിറ്റൽ ക്യാമറയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐമാക്സിൽ നമ്മൾ ഈ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ നമുക്ക് കിട്ടും ഈ ഷോർട്ട് ഓൺ ഐമാക്സ് പടങ്ങൾ അല്ലെങ്കിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. അതേപോലെയുള്ള ആസ്പെക്ട് റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ F1 അത് ഈ പറയുന്ന പോലെ ഫിലിം ഫോർ ഐമാക്സ് എന്ന പടമാണ്. അത് ഈ ഐമാക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫുൾ ആസ്പെക്ട് റേഷ്യോയിലും 12 ചാനൽ ഓഡിയോ ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് ആ പടത്തിൽ നിന്ന് കിട്ടിയതും. സോ ഇതിന്റെ പ്രത്യേകത കമ്പാരിറ്റീവ്ലി ഇതിന് എക്സ്പെൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇതിലേക്ക് വരും, ഇതിലേക്ക് ഐമാക്സിന് കുറേ പടങ്ങൾ കിട്ടും. ആൻഡ് ഇതിലും ഈ ഷോർട്ട് ഓൺ ഐമാക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത പടങ്ങളുണ്ട്, കുറച്ച് ചില പോർഷൻസ് മാത്രം ഈ ഐമാക്സിന്റെ ഈ ഡിജിറ്റൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത പടങ്ങളുണ്ട്. സോ ഇതിൽ നമുക്ക് പാർഷ്യലി ഷോർട്ട് ഓൺ ഐമാക്സും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഫുള്ളി ഷോർട്ട് ഓൺ ഐമാക്സ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഐമാക്സ് ഡിജിറ്റൽ ക്യാമറാസ് വെച്ച് പാർഷ്യലി ഷൂട്ട് ചെയ്തിട്ടുള്ള പടങ്ങളാണ് ടോപ്പ് ഗൺ മാവറിക്, തോർ ലവ് ആൻഡ് തണ്ടർ, മിഷൻ ഇംപോസിബിളിന്റെ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1, ദെൻ ഗോഡ്സില എക്സ്കോം, തണ്ടർ ബോൾട്ട്, റീസെന്റ് പുറത്തിറങ്ങിയ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ബ്ലഡ് ലൈൻ എന്നീ പടങ്ങളൊക്കെ തന്നെ കുറച്ച് പോർഷൻസ് ഐമാക്സ് ഡിജിറ്റൽ ക്യാമറാസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ. അതിന് ഇത് കൂടാതെ ഈ ഐമാക്സ് ഡിജിറ്റൽ ക്യാമറ വെച്ച് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത പടങ്ങളുണ്ട്. എക്സാമ്പിൾ ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, ഷാങ് ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സ്, ഏറ്റവും പുതിയ ഡോക്ടർ സ്ട്രേഞ്ച് പടം, ദെൻ ഫോൾ, അവതാർ 2, ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3, അക്വാമാൻ 2, ഡ്യൂണിന്റെ പാർട്ട് 2, റീസെന്റ് പുറത്തിറങ്ങിയ F1, സൂപ്പർമാൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ഐമാക്സിന്റെ ഈ പറയുന്ന ഫുൾ പടം ഐമാക്സിന്റെ ഡിജിറ്റൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. ആൻഡ് ഇത് കൂടാതെ മറ്റൊരു കാറ്റഗറിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി ഫിലിം ഫോർ ഐമാക്സ് എന്ന് വരും, നേരത്തെ പറഞ്ഞത് ഷോർട്ട് ഓൺ ഐമാക്സ്. ഇനി ചിലതിൽ കാണാം എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ഐമാക്സ്. ഇതാണ് ഇപ്പോൾ ഐമാക്സ് കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത പടങ്ങൾ എന്ന് പറയാം. കാരണം ഈ ഫിലിം ഫോർ ഐമാക്സും ഷോർട്ട് ഓൺ ഐമാക്സും ഐമാക്സിൽ കണ്ടാൽ കുറേ നല്ലതായിരിക്കും. കാരണം ഐമാക്സ് ക്യാമറാസ് വെച്ച് ഒന്നല്ലെങ്കിൽ ഫിലിം ക്യാമറ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത പടങ്ങളാണ്. ഇപ്പോൾ ഇതിനൊന്നുമല്ലാത്തൊരു കാറ്റഗറിയാണ് ഈ പറയുന്നത് എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ഐമാക്സ്. ഒട്ടുമിക്ക എല്ലാ പടത്തിനും ഇപ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ പടങ്ങൾക്കും നമ്മൾ ഈ ടാഗ് ലൈൻ കാണാറുണ്ട്. ഈ ടാഗ് ലൈനോടെ ഇറങ്ങുന്ന പടങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ ക്യാമറ വെച്ചായിരിക്കും ഈ പടങ്ങൾ ഷൂട്ട് ചെയ്യുക. ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഈ സാധനം DMR ചെയ്ത് ഒരു പ്രോസസ്സിലൂടെ ഐമാക്സിലായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പടങ്ങളാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ഐമാക്സ് എന്ന് വരിക. ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിന്റെ ക്ലാരിറ്റി കുറച്ച് കൂടുതലായിരിക്കും, അല്ലാതെ വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. ഇത് അതിൽ തന്നെ കാണുന്ന ഒരു നിർബന്ധമില്ല. കാരണം നമുക്ക് ആസ്പെക്ട് റേഷ്യോയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, രണ്ട് സൈഡും ബ്ലാക്ക് ബാർ വരും. ഇപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പടങ്ങളാണ് ഇപ്പോൾ റീസെന്റ് പുറത്തിറങ്ങിയ ഈ പറഞ്ഞ ലിയോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ എമ്പുരാൻ. ഇതിനൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ ഐമാക്സ് എന്നുള്ള ടാഗ് ലൈൻ ആയിരുന്നു. അതിങ്ങനെ ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഐമാക്സ് മൂവീസ് ആണ്. ഓൾറെഡി കുറെ പടങ്ങൾ കുറെ പേർക്ക് മിസ്സായിട്ടുണ്ടാവും. പക്ഷേ ഇനിയും കുറെ പടങ്ങൾ ഇതേപോലെ ഐമാക്സ് ക്യാമറസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ ഈ വർഷം തന്നെയും അടുത്ത വർഷമൊക്കെ കുറെ പുറത്തിറങ്ങാനുണ്ട്. അതിൽ തന്നെ ഐമാക്സിന്റെ ഈ ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിലിം ഫോർ ഐമാക്സ് എന്ന് പറഞ്ഞ ടാഗ് ലൈനോടെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ഇപ്പൊ ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന ട്രോൺ ഏരീസ്, ഒക്ടോബറിൽ തന്നെ പുറത്തിറങ്ങുന്ന മോർട്ടൽ കോമ്പാക്ട്, ദെൻ അടുത്ത വർഷം പുറത്തിറങ്ങുന്ന മേഴ്സി, ദി ബ്രൈഡ്, പ്രൊജക്ട് ഹെയിൽ മേരി, ദെൻ DCയുടെ തന്നെ സൂപ്പർ ഗേൾ എന്നീ പടങ്ങളൊക്കെ തന്നെ പാർഷ്യലി ഷോട്ട് ഓൺ ഐമാക്സ് പടങ്ങളാണ്. ഐമാക്സിലായിരിക്കും ഒരു പടം വരിക. ഇത് ഐമാക്സിൽ കണ്ട ഇതിൽ ചില പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കാണാൻ കുറച്ച് വൃത്തി ഉണ്ടാവും ഐമാക്സിൽ കണ്ട. ഐമാക്സ് ഡിജിറ്റൽ ക്യാമറാസ് വെച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം ഇപ്പൊ ഈ മാസം തന്നെ പുറത്തിറങ്ങുന്ന മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ ഈ വർഷം തന്നെ ഇറങ്ങുന്ന അവതാർ 3 ഫയർ ആൻഡ് ആഷ് ആ പടം, തന്നെ അടുത്ത വർഷം ഇറങ്ങുന്ന അവഞ്ചേഴ്സിന്റെ ഡൂംസ്ഡേ ഈ പടങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഐമാക്സിന്റെ ഡിജിറ്റൽ ക്യാമറാസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. സോ ഈ പടത്തിനൊക്കെ തന്നെ ഫിലിം ഫോർ ഐമാക്സ് എന്നുള്ള ടാഗ് ലൈനിലായിരിക്കും വരിക. ദെൻ ഐമാക്സിന്റെ ഫിലിം ക്യാമറാസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള പടം, കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന പടം, അതിപ്പോൾ ഡ്യൂൺ 3 ഉണ്ട്. അത് ചില പോർഷൻസ് ഒക്കെ ഈ പാർഷ്യലി ഐമാക്സ് ക്യാമറാസ് വെച്ച് ഫിലിം ക്യാമറാസ് വെച്ചിട്ടായിരിക്കും ആ ഒരു പടത്തിൽ ഇറങ്ങുക. ദെൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ ഫുള്ളായിട്ട് ഐമാക്സിന്റെ ഫിലിം ക്യാമറ വെച്ച് എടുക്കുന്ന പടം ഒഡീസി അടുത്ത വർഷമാണ് ഇറങ്ങുന്നത്. അതല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പം തന്നെ ഐമാക്സിൻ്റെ ഈ 70mm തിയേറ്റർ ഉണ്ട്, ചില സ്ഥലത്തേ അതുള്ളൂ. ഐ തിങ്ക് ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു, ഇന്ത്യയിലുള്ളത് വർക്ക് ചെയ്യില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഈ പുറത്തുള്ള സാധനങ്ങളിലൊക്കെ തന്നെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തുടങ്ങി അപ്പം തന്നെ ഇത് ഫുള്ളായി എന്നൊക്കെ കേട്ടു.
സോ അത് ഈ 70mm സ്ക്രീൻ ഇപ്പം നോർമൽ IMAX സ്ക്രീൻ അല്ല ഇനി. സോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഇവിടെ കിട്ടില്ല, നമുക്ക് ഉള്ളത് ഇപ്പോൾ നോർമൽ IMAX ആണ്. സോ IMAX തന്നെ കാണേണ്ട പടം നമ്മൾ പറയില്ല, ഇത് മസ്റ്റ് വാച്ച് IMAX പടം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഷോർട്ട് ഓൺ IMAX ആൻഡ് ഈ ഫിലിം ഫോർ IMAX എന്ന് പറയുന്ന പടങ്ങളാണ്. സോ മിസ്സായിട്ടുള്ള പടങ്ങളാണ് ഈ പോട്ടെ, ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഇപ്പോൾ ഇത്രയും പടങ്ങൾ ഫിലിംഡ് ആൻഡ് ഷോർട്ട് ഓൺ IMAX എന്ന് പറഞ്ഞ ടാഗ് ലൈനോടെ വരാൻ പോകുന്ന പടങ്ങളൊന്നും നോക്കി വെക്കുക. എക്സ്പീരിയൻസ് ഇറ്റ് ഓൺ IMAX എന്ന് കാണുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെറുതെ IMAX എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നോക്കി വെക്കുക എന്താണ് സംഭവം എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഇപ്പോൾ നോർമൽ തിയേറ്ററിൽ നിന്ന് കണ്ടാലും ഇത് കണ്ടാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഫിലിം ഫോർ IMAXും ഷോർട്ട് ഓൺ IMAXും ശ്രദ്ധിച്ച് നോക്കുക. IMAXിൽ തന്നെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ആ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ, ജോണർ ഇഷ്ടമാണെങ്കിൽ, IMAXിൽ ഇറങ്ങുന്ന എല്ലാ പടം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഒരു നിർബന്ധമില്ല. സോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കി നോക്കുക. ആൻഡ് ഇനിയും 4DXിൽ കണ്ട എന്താ പ്രശ്നം, ഈ സ്ക്രീൻ എക്സിൽ കണ്ട എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്നത്, IMAXിൽ തന്നെ ഇത്ര കൺഫ്യൂഷൻ ഉണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു വഴിയാവും. ഇത് കഴിഞ്ഞ് 4DXിലേക്ക് പോയാൽ അതിൻ്റെ കാറ്റഗറി വേറെ, അതിങ്ങനെ സ്ക്രീൻ എക്സ് വേറെ, അതിന് വേറെ കുറേ, എല്ലാം വേറെ വേറെ പ്രൊജക്ഷനാണ്. സോ പ്രൊജക്ഷനെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്, IMAXിലുള്ള കൺഫ്യൂഷൻസിനെ പറ്റി മാത്രം. സോ പുതിയ ഏതെങ്കിലും ഒരു പടം അതിൻ്റെ ടാഗ് ലൈനോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററിലോ IMAX ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കറി തിയേറ്ററിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫിലിം ഫോർ IMAX ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഓൺ IMAX ആണോ എന്ന് നോക്കുക, എന്നിട്ട് പോയി നോക്കുക, അപ്പം മുതലാവും. സോ IMAXിനെ പറ്റിയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, കുറച്ച് കൺഫ്യൂഷൻസ് മാത്രമാണ് ഞാൻ അവിടെ ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഇതിൽ എനിക്കും ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് IMAX എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കാത്തിരിക്കുന്ന IMAX മൂവി ഏതാണെന്നും കൂടി താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.